എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഈ ഇടയ്ക്ക് ഞാൻ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് തന്ന ഒരു മൂവിയുടെ എൻ്റെ അൺഫിൽറ്റേർഡ് ഒരു ഒപ്പീനിയൻ പറയാനായിട്ടാണ്. ആൻഡ് ദ മൂവി ഈസ് നൺ അതർ ദാൻ ബാലൻ ദ ബോയ്. ഐ മീൻ, വാട്ട് എ മൂവി മാൻ. എനിക്ക് ഈ മൂവി കണ്ടിറങ്ങിയതിന് ശേഷം കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, ഐ മീൻ നോ അതർ വേർഡ്സ്. ഐ മീൻ, കുറേ നാൾ കൂടിയിട്ട് കണ്ടിട്ട് ഭയങ്കര നമ്മളെന്താ പറയുക, ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു ആ ഒരു മൂവിയുടെ ലാസ്റ്റ് സ്ക്രീൻ കാണുമ്പോൾ നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ട് നോക്കില്ലേ, അത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ബാലൻ ദ ബോയ് എന്ന് പറയുന്ന മൂവി. ബിഫോർ ഗോയിങ് മച്ച് ഡീപ്പർ ഇൻ ടു ദ മൂവി, എനിക്ക് പറയാനുള്ളത് ചിദംബരത്തിൻ്റെ ഫസ്റ്റ്, അതായത് നമുക്ക് ഇതിനു മുൻപ്, അതായത് മഞ്ഞുമൽ ബോയ്സിലെ നോക്കുകയാണെങ്കിൽ മഞ്ഞുമൽ ബോയ്സിൻ്റെ കഥ ഇസ് ഭയങ്കര ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള, വളരെ ലീനിയർ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പ്ലോട്ടായിരുന്നു. പക്ഷേ ദ വേ ഇറ്റ് വാസ് ഷോട്ട് അല്ലെങ്കിൽ ദ വേ അത് നമ്മളിലേക്ക് എത്തിയത്, ഇറ്റ് വാസ് എ തിയേറ്റർ എക്സ്പീരിയൻസ്. എനിക്ക് ആ പടം തിയേറ്ററിൽ ഇരുന്ന് കണ്ടപ്പോൾ ഉണ്ടായ ഇമോഷൻസ്, ഫീലിങ്സ്, ഐ മീൻ അതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്കിൽ ബാലനും അതുപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നൊരു മൂവിയാണ്. നമ്മൾ എന്താ പറയുക, കുറേ ഇതിന് ഞാൻ മൂവി കാണുന്നതിന് മുൻപ് ഞാൻ കേട്ട പല പല നെറേറ്റീവ്സ് ഉണ്ട്. അതായത് ഇത് ഒരു അമ്മയുടെയും മകൻ്റെയും കഥയാണ്, അല്ലെങ്കിൽ ഇത് മാതൃത്വത്തിന്, അങ്ങനെ ആ ഒരു ലൈനിലൊക്കെ കുറേ തിയറീസ് ഞാൻ കേട്ടായിരുന്നു. അതുപോലെ സർവൈവൽ എന്ന തീം ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയാണെന്ന് കേട്ട്, അങ്ങനെ ലോട്ട് ഓഫ് നെറേറ്റീവ്സ് പലയിടത്തും റെഡിറ്റിലും ഒക്കെ പല പല നെറേറ്റീവ്സ് വെയർ ഗോയിങ് ഓൺ. പക്ഷേ എനിക്ക് തോന്നിയത് ഈ മൂവി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബാലൻ്റെ കഥയാണ്, ഒരു കുഞ്ഞ് പയ്യൻ്റെ കഥയാണ്. അവൻ വളർന്ന് വരുന്ന സാഹചര്യങ്ങളും അവൻ പെടുന്ന സിറ്റുവേഷനും ഹൗ ഹീ സർവൈവ്സ് ദാറ്റ്. ആൻഡ് അവൻ ചെയ്ത കുറ്റങ്ങളോ അല്ലെങ്കിൽ അവൻ്റെ ഡിസിഷൻസ് കാരണമോ അല്ല അവൻ്റെ ലൈഫിൽ ആ സിറ്റുവേഷൻസ് വന്നത്. വേറെ ആരൊക്കെയോ കാരണം, അവൻ്റെ ചുറ്റുമുള്ള ആളുകൾ കാരണം അവൻ കടന്നുപോയ സാഹചര്യങ്ങളും അതിൽ അവൻ ഫേസ് ചെയ്യേണ്ടി വന്ന സാഹചര്യങ്ങളും അതിൽ നിന്ന് അവൻ എന്ത് ചെയ്തു, അവൻ്റെ ലൈഫ് എങ്ങനെയായി തീർന്നു അത് കാരണം. അതാണ് ഈ കഥ. പക്ഷെ ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ഈ പടം കണ്ടു കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ. ബിഫോർ ഗോയിങ് ഇത് ആക്ച്വലി ഇനിയുള്ള പോർഷൻ സിനിമ കണ്ടിട്ടുള്ളവർ മാത്രം കേൾക്കുക, ബിക്കോസ് സ്പോയിലർ അലേർട്ട്. ഈ സിനിമ ഇതിനെക്കുറിച്ച് ഇനി പറയുകയാണെങ്കിൽ ഒരിക്കലും സ്പോയിലർ ഇല്ലാതെ പറയാൻ പറ്റില്ല. അത് കാരണമാണ് കണ്ടിട്ടില്ലാത്തവർ ഡെഫിനറ്റ്ലി പോയി കണ്ടതിന് ശേഷം മാത്രം ഇനിയുള്ള ഭാഗം കേൾക്കുക. അതിനു മുമ്പ് നമുക്കിതിൻ്റെ ട്രെയിലർ ഒന്ന് കാണാം, എന്നിട്ട് ലെറ്റ്സ് സ്പീക്ക് മോർ അബൌട്ട് ദ മൂവി. എന്റെ കണ്ണ് കണ്ടിരുന്നൂടെ കള്ളൻ 100%. അമ്മേ, നമ്മുടെ പുതിയ കഥ എന്താ? പറയാം. എന്റെ പുതിയ പേരെന്താ? ഈ പയ്യനെ കണ്ടോ? രണ്ട് പേര് മേരി ലൂക്ക, ഷർലി, വേണ്ടയോ? അഭിജിത് കുമാർ. പയ്യൻ മിസ്സിങ്. അമ്മേ, അമ്മൂമ്മ നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ? പറയാൻ പറ്റില്ല. പേരുണ്ടോ? നിന്റെ തള്ളക്ക് ഭ്രാന്താണോ? അമ്മ അവരെന്തെങ്കിലും ചെയ്യുമോ?
മർഡർ കേസിലെ പ്രതിയോ സാക്ഷിയാകാനാവാൻ ചാൻസ് ഉണ്ട്. ആരോടും പോയി കഥ ഒന്നും പറഞ്ഞു വെക്കരുത്, പ്രത്യേകിച്ച് പോലീസുകാരോട്. നിന്റെ ചക്കരം തേടി വെട്ടിക്കണ്ടിച്ച് കുഴിച്ച് മൂടിയോ? അതാണല്ലോ നിന്റെ ഒരു സ്റ്റൈല്. എന്തായിരുന്നു പറയടാ അമ്മ അമ്മ? സി ഈ ട്രെയിലർ തരുന്ന ഈ ട്രെയിലറിൽ നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും അല്ല ആക്ച്വലി മൂവിയിലുള്ളത്. എനിക്ക് തോന്നുന്നു മൂവി കണ്ടിട്ട് ട്രെയിലർ കാണുമ്പോൾ ഇറ്റ് മേക്സ് മോർ സെൻസ് ടു മീ. കാരണം അല്ലാതെ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ പലതും എന്താ പറയുക, ഞാൻ വിചാരിച്ചൊരു സ്റ്റോറി ലൈനേ അല്ല ആക്ച്വലി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിനകത്ത് എസ്പെഷ്യലി പറയാനുള്ളത് കാസ്റ്റിംഗ്. കിഡിലൻ കാസ്റ്റിംഗ്, ഒന്നും പറയാനില്ല. ഓരോ റോളും ചെയ്തിരിക്കുന്നവരും അതിൻ്റെ ഒരു ഡെപ്തിലേക്ക് ഇറങ്ങിപ്പോയിട്ട് അയ്യോ ഒരു രക്ഷയില്ല. ആ അമ്മയും മകനും എല്ലാം ആ ഒരു റോനെസ് എല്ലാം കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ആപ്റ്റായിട്ട് കറക്റ്റ് നമുക്ക് ചിലയിടത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നമ്മൾ അതിനകത്തൂടെ നമ്മൾ ആ ഒരു ശരിക്കും നമ്മൾ അതിനകത്താണെന്ന് തോന്നും. ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡ് ഇസ് വെരി വെരി സ്ട്രോങ് അബൌട്ട് ദിസ് മൂവി. ഒന്നും ആസ് എൻ ഓഡിയൻസിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് കമൻറ്റ് പോലും ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് വിഷ്വൽസ് ആയിക്കോട്ടെ, ഫ്രെയിംസ് ആയിക്കോട്ടെ, എവറിത്തിങ് ഇസ് സൂപ്പർബ്, ലൈക്ക് നോ വേർഡ്സ്. ഇനി കമ്മിങ് ടു ദ സ്റ്റോറി, ഇതിനകത്ത് ഇതാ ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് സ്പോയിലർ ഉണ്ട്. സോ സിനിമ കണ്ടിട്ടില്ലാത്തവർ പ്ലീസ് സ്കിപ്പ് ദിസ് പാർട്ട്. സോ ഇതിനകത്ത് ആക്ച്വലി ബാലൻ ആ കുഞ്ഞുകുട്ടിയുടെ കഥാപാത്രം വളർന്നു വരുന്ന സാഹചര്യം ഇതിൻ്റെ സിനിമയുടെ ലാസ്റ്റ് വരെയും ആക്ച്വലി അതൊരു ഒരു ഒരു ആക്ച്വലി ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. അവൻ്റെ ലൈഫിൽ അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, അവൻ കടന്നുപോയ സിറ്റുവേഷൻസ് എന്താണോ അവനെ പഠിപ്പിച്ചതാണ് അവൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അവസാനത്തെ സീനിൽ അതായത് ക്ലൈമാക്സിനോട് അടുക്കാറാകുമ്പോൾ അബ്ബാസിൻ്റെ കയ്യിൽ അവനൊരു കീ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, അതായത് ആ കയ്യിൽ തുറക്കാനുള്ള അവനെ ലോക്ക് ചെയ്ത ആ കീ പോലീസുകാരൻ്റെ കയ്യിൽ, പവിത്രൻ എന്നുള്ള ക്യാരക്ടറിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അവൻ ജസ്റ്റ് ഇടിക്കുന്ന പോലെ, ഈ കുട്ടി അവനെ ഇടിക്കുന്ന പോലെ കാണിച്ചിട്ട് ആ കീ കൊടുക്കുന്നുണ്ടോ, ആക്ച്വലി കൊടുക്കുന്നുണ്ട്. അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ബിക്കോസ് അതൊരു നമുക്ക് കണ്ടാലേ അറിയാം. ബിക്കോസ് ഇൻറ്റൻഷനലായിട്ട് അവൻ ഇടിക്കുന്നതാണ്. കാരണം അവൻ അബ്ബാസിനെ പിടിച്ചു കൊടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അവൻ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് അവൻ്റെ അമ്മയെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ പക്ഷേ അവൻ ഇത്രയും നാൾ വളർത്തിയത്, ഇത്രയും നാൾ നോക്കിയതൊക്കെ അബ്ബാസാണ്. അപ്പോൾ അവന് അബ്ബാസിനെ അബ്ബാസിനെ അങ്ങനെ വിട്ട് കൊടുത്തിട്ട് അമ്മേനെ കൂടെ പോകണം അങ്ങനെയില്ല. അബ്ബാസിനെ കാണിച്ചു കൊടുത്തു. അപ്പം അവൻ എക്സ്പെക്റ്റ് ചെയ്യാണ് അവൻ്റെ അമ്മേനെ അവനെ തിരിച്ചു കിട്ടുമെന്ന്. അപ്പം ആ ഒരു നിഷ്കളങ്കത, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഹീസ് എ ട്രെയിൻഡ് എന്താ പറയുക, ഈ അബ്ബാസ് ആ ഒരു ഗ്യാങ് തന്നെ അവരൊരു കുറേ മൊത്തം ഒരു തീവ്സ് അല്ലെങ്കിൽ എന്തൊക്കെയോ വലിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. മേ ബി കഞ്ചാവോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ കാര്യങ്ങളൊക്കെ അതിനകത്ത് ആദ്യ സീനുകളിലൊക്കെ അങ്ങനെ ഒരു ഇതാണ് തരുന്നത്. അവർക്ക് കുറേ ആൾക്കാരുമായിട്ട് എന്തൊക്കെ ഇടപാടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൻ നമുക്ക് ആ ഒരു അതിന് മുൻപ് ഒരു സീനിൽ കാണിക്കുന്നുണ്ട്. ആ പൂട്ടും താക്കോലും അത് ഒരു കുഞ്ഞൊരു കമ്പി വെച്ച് തുറക്കാൻ പഠിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ ഇവനറിയാം അബ്ബാസിൻ്റെ കീ കിട്ടിയ അബ്ബാസ് എന്തായാലും രക്ഷപ്പെടും. കീ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം. പക്ഷേ ഇവൻ്റെ ഭാഗത്തു നിന്ന് ഇവൻ ചെയ്തു കൊടുക്കുന്നതാണ് ആ കീയും കൂടെ അവൻ്റെ എല്ലാം കൊടുക്കുക. അതൊക്കെ കാണിക്കുന്നത് ആക്ച്വലി ആ ഒരു പയ്യൻ്റെ എന്താ പറയുക ഇന്നസെൻസ് ഉണ്ട് അതിനകത്ത്. അതുപോലെ അവൻ ആരെയും ചതിക്കാം, അവൻ ജസ്റ്റ് അവൻ്റെ അമ്മയെ കാണണം അത്രേ ഉള്ളൂ. അതായത് ആ ഒരു ആംഗിള്. പിന്നെ സിനിമയിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് എടുത്തിരിക്കുന്ന ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ഇവരുടെ ക്യാരക്ടറിൻ്റെ ഒരു ഡെപ്ത് കൊണ്ടുപോയി ഫസ്റ്റ് ഹാഫ് മൊത്തം കാണിക്കുന്നത്. ഈ ഒരു അമ്മയും മോനും ആ ഒരു ജയിലിൽ നിന്ന് ഇറങ്ങുന്ന മൊമെൻ്റ് തൊട്ട്
അതായത് ആ ഫസ്റ്റ് സീനിൽ നമ്മൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് പേപ്പേഴ്സ് ഉണ്ട്. ഒന്ന് കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുക്കുന്ന അവരുടെ നമ്പറും ആ ജയിലിലുണ്ടായിരുന്ന ആ ലേഡിയുടെ നമ്പറും, അതുപോലെ മറ്റതിനകത്ത് ഒരു NGOയുടെ ഇതും. രണ്ടും അവർക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് പോവാണ് അവർ. അപ്പോൾ അതിനകത്തൊരു വലിയൊരു ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് തോന്നാം. അത് എന്തുകൊണ്ടാണ്, എനിക്കും തോന്നിയായിരുന്നു അവിടെ ഇരുന്നപ്പോൾ. അതായത് എന്തുകൊണ്ട് ആ NGOയുടെ ആ NGOയുടെ അവിടെ എന്തുകൊണ്ട് ഇവർ പോയില്ല, അല്ലെങ്കിൽ അവർക്കതല്ലായിരുന്നു ഒരു ബെറ്റർ ഓപ്ഷൻ. അതായത് ആ ജയിലർ, ആ ഒരു വാർഡൻ, അവർ പറയുന്നത് ഇനിയെങ്കിലും എവിടെയെങ്കിലും ഈ കുഞ്ഞിൻ്റെ കാര്യം നീ ആലോചിക്കണം എന്ന് പറഞ്ഞ് വിടുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ആ അമ്മ അത് കളയുകയാണ് ചെയ്തത്. മോനോട് പറഞ്ഞത് അവിടെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഉപേക്ഷിക്കാനായിട്ട്. സോ എന്തുകൊണ്ട്? പക്ഷെ അത് നമ്മൾ ആ മൂവിയുടെ കുറച്ച് ഉള്ളിലോട്ട് പോയിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ മേ ബി നമുക്ക് മനസ്സിലാവും. കാരണം ഇവർക്ക് ഇപ്പോൾ ഇവർ ഈ NGOയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ ട്രാക്ക് ചെയ്യാമായിരിക്കും പിന്നെയും. കാരണം ഈ ജയിലർ പറഞ്ഞു വിട്ടതാണ്, ചിലപ്പോൾ ഇവരെവിടെയാണെന്ന് പിന്നെ കണ്ടുപിടിച്ചേക്കാം. പക്ഷെ ഇവർക്ക് അതൊന്നും വേണ്ട. ഇവർക്ക് എന്താ വേണ്ടേ? ഇവർക്ക് വേണ്ടത് ഇവരും ഇവരുടെ മോനുമായിട്ടുള്ളൊരു ഒരു ഒരു ലൈഫ്. വേറെ ആരും വേണ്ട, വേറെ ആരും ഇവരെ അറിയരുത്, വേറെ ആരും ഇവരെ കണ്ടുപിടിക്കരുത്. ഒരു എല്ലാത്തിൽ നിന്നും വിട്ട് ഒരു ലൈഫ്, അതാണ് ഇവർക്ക് വേണ്ടത്. അപ്പോൾ അതിന് ഈ ഒരു ആരുടെയും ഒരു ഹെൽപ്പും വേണ്ട, ഞങ്ങൾ സർവൈവ് ചെയ്തോളാം, ഞങ്ങൾ മതി. ആ ഒരു എന്താ പറയുക, അതാണ് അവിടെ കാണിക്കുന്നത്. അത് പിന്നെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ അതിൻ്റെ അവസാനം വേറൊരു എനിക്ക് വന്നൊരു ഡൗട്ടാണ്. അതായത് ആക്ച്വലി നമ്മൾ അതുവരെ വിചാരിക്കുന്ന ഈ അമ്മ എന്തുകൊണ്ടായിരിക്കും ഈ കുട്ടിയെ കാണാൻ പോവാത്തത്, എന്തുകൊണ്ടായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് മേ ബി പോലീസ് പിടിച്ചു കാണും അല്ലെങ്കിൽ ജയിലിലായിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷെ എൻ്റെ ക്ലൈമാക്സിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഇല്ല, ഈ അമ്മ പോലീസ് പിടിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ആ അമ്മ മകനെ തപ്പിപ്പോയില്ല, അല്ലെങ്കിൽ ആ അമ്മ എന്തുകൊണ്ട് ആ ഒരു എഫേർട്ട് എടുത്തില്ല? മകൻ ഇത്രയും എഫേർട്ട് എടുത്തപ്പോൾ എന്തുകൊണ്ട് ആ അമ്മ എഫേർട്ടൊന്നും എടുത്തില്ല? അപ്പോൾ മേ ബി അവിടെയും ഇറ്റ് ഈസ് ഷോയിങ് ദാറ്റ് ഈ അമ്മ ആക്ച്വലി അവിടെ ഇത്രയും വർഷം വെയിറ്റ് ചെയ്തു. അപ്പോൾ അമ്മയ്ക്ക് അറിയാം, ഞാൻ പഠിപ്പിച്ച കഥകളിലൂടെ വളർന്ന എൻ്റെ മകൻ എന്നെ തേടി വരും. സോ ഷീ കെപ്റ്റ് ഓൺ വെയിറ്റിംഗ്. അല്ലാതെ എൻ്റെ മകനെ ഞാൻ കണ്ടുപിടിച്ച്, അതായത് ആ ഒരു മാതൃത്വത്തിൻ്റെ ആംഗിൾ ഐ ഡിഡ്ന്റ് സീ ഇൻ ദ ഫിലിം. ഞാൻ പല നെറേറ്റീവ്സിലും വായിച്ചെങ്കിലും എനിക്ക് കൂടുതൽ ഫീൽ ചെയ്തത് ആ അമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ മകനെ കുറിച്ച് ആലോചിക്കുന്നതില്ല. കാരണം അങ്ങനെ ഒരു ആംഗിൾ ഇല്ല. മകൻ സ്കൂളിൽ എനിക്ക് പോകണം എന്ന് പറയുമ്പോഴും അവരതിനകത്ത് ലീസ്റ്റ് ബോധേഡാണ്. അവർ കൂടുതൽ അവരുടെ സർവൈവൽ, എനിക്ക് ജീവിക്കണം, ഞാനും എൻ്റെ മകനുമായിട്ട് എനിക്ക് ജീവിക്കണം, അത് മാത്രമേ ഉള്ളൂ അവരുടെ ഉള്ളിൽ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്. അപ്പോൾ എനിക്ക് തോന്നിയ ലാസ്റ്റ് എനിക്കിതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു, എന്തുകൊണ്ട് അവരെന്നാ ആ മകനെ തേടിപ്പോയില്ല. പിന്നെ ആ മകൻ അന്ന് അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്തു, എന്നിട്ട് ആ അമ്മ വന്നില്ല, എന്തുകൊണ്ട് വന്നില്ല? അപ്പം മേ ബി ഇതിനൊക്കെ ഉള്ളൊരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ അവർക്കറിയാം അന്ന് അവർ മേ ബി അവിടെ ചെന്നിരുന്നെങ്കിൽ നാട്ടുകാർ കൂടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഓൾറെഡി ഒരു മർഡർ നടന്നു, അപ്പോൾ കുറേ റീസൺസ് ഉണ്ട്. അപ്പോൾ അന്ന് മേ ബി അവർക്ക് അവിടെ പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. ആ മകൻ സ്കൂൾ വിട്ടെത്തിയ സമയത്ത് അവർക്ക് അവിടെ എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ പിന്നെയും അവർ കുഞ്ഞിനെ അന്വേഷിച്ച് പോകുന്നില്ല, വിച്ച് ഷോസ് അവർക്കറിയാം ഞാൻ വളർത്തിയ എൻ്റെ കഥകളിൽ അതുപോലെ ജീവിക്കുന്ന എൻ്റെ മകൻ, അവൻ എന്നെ തേടി വരും ഒരു ദിവസം. അല്ലെങ്കിൽ ആ ഒരു കാത്തിരിപ്പ്, അതാണ് അവസാനത്തെ ആ ഒരു സീനിൽ നമ്മൾ ഫുൾഫിൽ ആയി കാണുന്നത്. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, ആ ഒരു കുഞ്ഞിൻ്റെ ഐഡൻറ്റിറ്റി ക്രൈസിസ്, അതൊരു വലിയ പോയിൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് ആ കുഞ്ഞ് ആ കുഞ്ഞിനെ പലരും പേര് ചോദിക്കുമ്പോൾ ആ കുഞ്ഞിനെ പറയാൻ പറ്റുന്നില്ല. കാരണം ഏത് പേരാണ് പറയേണ്ടത് ആ കുഞ്ഞിനെ അറിയില്ല. സോ ആ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഈ സിനിമയിൽ എടുത്ത് കാണിച്ചിട്ടുണ്ട്, വിച്ച് ഐ തിങ്ക് ഇസ് റൈറ്റ്. പലപ്പോഴും പാരൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവരുടെ ഇതിനകത്ത് പെട്ടുപോകുന്നത് ഇങ്ങനെയുള്ള കുഞ്ഞു ജീവനുകളാണ്, അവരുടെ ലൈഫാണ്. പക്ഷേ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്, എ മസ്റ്റ് വാച്ച് മൂവി. തിയേറ്ററിൽ പോയി തന്നെ കാണുക, ഡു നോട്ട് മിസ്. ആൻഡ് ഇത്രയൊക്കെ ഉള്ളൂ ഈ മൂവിയുടെ വിശേഷം. അപ്പോൾ ശരി, വിൽ സീ ഇൻ യെറ്റ് അനദർ വീഡിയോ. ബൈ.